നമസ്കാരം. ഗവൺമെന്റ് ഐ.ടി. മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡ്രോട്ട്സ്മാൻ സിവിൽ ട്രയൽസ് സെമസ്റ്റർ 4-നകത്ത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള 10ാമത്തെ പവർ പോയിന്റ് പ്രസന്റേഷൻ വീഡിയോ ഞാൻ രഞ്ജിത്ത് മലമ്പുഴ ഐ.ടിയിലെ ഇൻസ്ട്രക്ടറായി വർക്ക് ചെയ്യുന്നു. എൻ്റെ 10ാമത്തെ ലെസനകത്ത് റിസർവോയറിനെ കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് റിസർവോയറും അതിൻ്റെ ടൈപ്സും അതേപോലെ തന്നെ റിസർവോയർ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുമാണ് പറയുന്നത്. റിസർവോയർ കഴിഞ്ഞ പവർ പോയിന്റ് പ്രസന്റേഷൻ വീഡിയോനകത്ത് ഡാമിനകത്ത് നമ്മൾ പഠിച്ചിരുന്നു. ഡാം എന്ന് പറയുന്ന ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇംപെർവിയസ് ബാരിയർ കൺസ്ട്രക്റ്റഡ് അക്രോസ് ദ റിവർ എന്നൊരു വാചകം ഉപയോഗിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഈ കാണുന്ന ബാരിയർ അല്ലെങ്കിൽ ഈ ഡാം നിർമ്മിക്കുന്ന സമയത്ത് ഈ ഡാമിന് പുറകിൽ ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ഫോം ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ആർട്ടിഫിഷ്യൽ ലേക്കിനെയാണ് റിസർവോയർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ലേക്കിനാണ് റിസർവോയർ എന്നുള്ള വാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡാം എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഈ റിസർവോയർ എന്ന് പറയുന്ന ഒരു വാട്ടർ ബോഡിയാണ്, ജലാശയമാണ് അല്ലേ. ഏതാ ഡാമിന് പുറകിൽ ഫോം ചെയ്യുന്ന ആ ജലാശയത്തെ അല്ലെങ്കിൽ ആ വാട്ടർ ബോഡീസിനെ അല്ലെങ്കിൽ ആ ഫോം ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ലേക്കിനെയാണ് റിസർവോയർ എന്ന് പറയാം അല്ലേ. നമുക്കറിയാം ഇവിടെ നോക്കിയുള്ള റിസർവോയറിലുള്ള ജലം വാട്ടർ ലെവൽ, ഇവിടെയും വാട്ടർ ലെവൽ റൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ കാണുന്ന വാട്ടർ ലെവൽ ഏതാ ഈ പറഞ്ഞ പോലെ സ്പിൽവേ വഴിയോ അല്ലെങ്കിൽ സ്ലൂയിസസ് വഴിയോ എവിടേക്ക് എത്തുന്നുണ്ട്, ഡൗൺ സ്ട്രീം സൈഡിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യത്തിനകത്ത് ഇവിടെ തൽക്കാലം സ്പിൽവേ നിങ്ങൾ ഈ കാണുന്ന കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക, ഷട്ടറോളുടെ സ്ട്രക്ചറായിട്ട് ഓർത്ത് വയ്ക്കുക. എന്തിനാ വെച്ചാൽ നമുക്കിത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു ടോപ്പിക് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചെറിയൊരു സംശയം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏരിയ ഡെവലപ്ഡ് ബൈ വാട്ടർ ബോഡി ഡ്യൂ ടു കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് അല്ലേ. അപ്പോൾ വാട്ടർ ബോഡീസ് ജലാശയത്തിൻ്റെ ഏരിയയാണ്. ഏതാ ഡാമിൻ്റെ നിർമ്മാണത്തിലൂടെയുള്ള ജലാശയം, പുറകിൽ ഫോം ചെയ്യുന്ന ജലാശയത്തെയാണ് റിസർവോയർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അക്യുമുലേഷൻ ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ ലേക്ക്, ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ഫോം ചെയ്യുന്നു അല്ലേ. ഇനി ടൈപ്സ് ഓഫ് റിസർവോയറിനെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് ആദ്യം സ്റ്റോറേജ് റിസർവോയർ അല്ലെങ്കിൽ കൺസർവേഷൻ റിസർവോയർ. ഇതിനർത്ഥമുണ്ട് സ്റ്റോറേജ് റിസർവോയർ അല്ലെങ്കിൽ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഏതാ കൺസ്ട്രക്റ്റഡ് ടു സ്റ്റോർ വാട്ടർ, വെള്ളം സ്റ്റോർ ചെയ്യാനാണ്. എപ്പോൾ ഇൻ റെയിനി സീസൺ മഴക്കാലത്ത് ലഭിക്കുന്ന മഴ സ്റ്റോർ ചെയ്യുകയും പുഴയിൽ വെള്ളമില്ലാത്ത സമയത്ത് തുറന്നു വിടുകയും ചെയ്യുന്ന റിസർവോയറുകളെയാണ് സ്റ്റോറേജ് റിസർവോയർ അല്ലെങ്കിൽ കൺസർവേഷൻ റിസർവോയർ എന്ന് പറയുക. കൺസർവേഷൻ സംരക്ഷണം അല്ലേ. ഏതാ പുഴയിലൂടെയുള്ള വെള്ളത്തിന്. അപ്പോൾ ഇവിടെ നോക്കുക, സ്റ്റോറേജ് റിസർവോയർ സ്റ്റോർ വാട്ടർ ഇൻ റെയിനി സീസൺ മഴക്കാലത്ത് ലഭിക്കുന്ന വെള്ളം സ്റ്റോർ ചെയ്യുകയും ഏതാ പുഴയിൽ വെള്ളമില്ലാത്ത സമയത്ത് തുറന്നു വിടുകയും ചെയ്യുന്ന തരത്തിലുള്ള റിസർവോയറാണ് സ്റ്റോറേജ് റിസർവോയർ അല്ലെങ്കിൽ കൺസർവേഷൻ റിസർവോയർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഫ്ലഡ് കൺട്രോൾ റിസർവോയർ. ഫ്ലഡ് കൺട്രോൾ റിസർവോയർ എന്ന് പറയുമ്പോൾ ഡൗൺ സ്ട്രീം സൈഡിനകത്തുള്ള ലാൻഡ് അല്ലെങ്കിൽ ആ ഡൗൺ സ്ട്രീം സൈഡ് ഭാഗത്തുള്ള പ്രദേശങ്ങൾ വെള്ളത്തിൽ ഫ്ലഡിൻ്റെ സമയത്ത് വെള്ളത്തിനടിയിൽ പെടാതിരിക്കാൻ വേണ്ടി സബ്മർജ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കാണുന്ന ഏരിയയെ ഫ്ലഡിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാണുന്ന ഏരിയ ഡൗൺ സ്ട്രീം സൈഡിന് അടുത്തുള്ള പ്രദേശങ്ങളെ ഫ്ലഡിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കുന്ന തരത്തിലുള്ള റിസർവോയറാണ് ഫ്ലഡ് കൺട്രോൾ റിസർവോയർ എന്ന് പറയാം. സ്റ്റോറേജ് റിസർവോയർ വെള്ളം സ്റ്റോർ ചെയ്യുന്നു, റൈനി സീസണിനകത്ത് ഏതാ പുഴയിൽ വെള്ളം ഇല്ലാത്ത സമയത്ത് തുറന്നു വിടുന്നു. അപ്പോൾ സ്റ്റോറേജ് റിസർവോയർ അല്ലെങ്കിൽ കൺസർവേഷൻ റിസർവോയർ ഏതാ റിവറിൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് അല്ലേ. ഫ്ലഡ് കൺട്രോൾ റിസർവോയർ എന്ന് പറയുമ്പോൾ ഏതാ ഡൗൺ സ്ട്രീം സൈഡിനകത്തുള്ള പ്രദേശങ്ങളെ ഫ്ലഡിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കുന്ന റിസർവോയറാണ് ഫ്ലഡ് കൺട്രോൾ റിസർവോയർ എന്ന് പറയാം. ഇനി മൂന്നാമത്തെ റിട്ടാർഡിംഗ് റിസർവോയർ. റിട്ടാർഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേഗത കുറയ്ക്കുക അല്ലേ. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ കാണുന്ന റിസർവോയറിനകത്ത് സ്പിൽവേ നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ഏതാ വാട്ടർ ഓവർഫ്ലോ ചെയ്തു പോകുന്ന ഭാഗം അല്ലേ. അപ്പോൾ സ്പിൽവേയും അതേപോലെ തന്നെ സ്ലൂയിസസ്, ഏതാ ഈ സ്പിൽവേയും സ്ലൂയിസസിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് അപ്സ്ട്രീം സൈഡിനകത്തും അല്ലെങ്കിൽ അപ്സ്ട്രീം സൈഡിനകത്തുള്ള റിസർവോയറിനകത്തുള്ള വെള്ളം ഡൗൺ സ്ട്രീം പോർഷനിലേക്ക് എത്തണമെങ്കിൽ സ്പിൽവേയിലൂടെയോ അല്ലെങ്കിൽ സ്ലൂയിസസിലൂടെയോ ആണ് വെള്ളം ഡൗൺ സ്ട്രീം സൈഡിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ ഈ സ്പിൽവേയും സ്ലൂയിസസും അൺഗേറ്റഡ് ആണ്, ഗേറ്റ് അല്ലാത്ത സ്ട്രക്ചർ, ഗേറ്റ് ഇല്ല, അതിനെ കൺട്രോൾ ചെയ്യുന്നില്ല. ഏതാ വെള്ളം സാധാരണ നോർമൽ ലെവലിൽ നിൽക്കുന്ന സമയത്ത് സ്ലൂയിസസ് വഴി വെള്ളം ഡൗൺ സ്ട്രീം സൈഡിലേക്ക് എത്തുന്നുണ്ട്. അതേ സമയത്ത് വാട്ടർ ലെവൽ റൈസ് ചെയ്യുന്ന സമയത്ത് ഫ്ലഡിലേക്ക് വരുന്ന സമയത്ത് അത് സ്പിൽവേ വഴി പുറത്തേക്ക് ഒഴുകി ഡൗൺ സ്ട്രീം സൈഡിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റിസർവോയറാണ്. അതായത് ഈ കാണുന്ന സ്പിൽവേ നമ്മൾ സ്പിൽവേ ഷട്ടർ തുറക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം വെള്ളം ഓട്ടോമാറ്റിക്കലി ഫ്ലഡ് ആവുന്ന സമയത്ത് സ്പിൽവേ വഴി ഓവർഫ്ലോ ചെയ്തു വരും. അതാണ് ഓവർഫ്ലോ ഡാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ പവർ പോയിന്റ് പ്രസന്റേഷൻ വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു. ഓവർഫ്ലോ ചെയ്യുന്ന പോലെ തന്നെ സ്പിൽവേയിലൂടെ ഓവർഫ്ലോ ചെയ്യുന്നു. അല്ലാത്ത സമയത്ത് ഏതാ ഈ സ്ലൂയിസസ് വഴി ഡൗൺ സ്ട്രീം പോർഷൻ. അപ്പോൾ സ്ലൂയിസസിൽ വരുന്ന വെള്ളത്തെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ സ്പിൽവേ വഴി വരുന്ന വെള്ളത്തെ കൺട്രോൾ ചെയ്യാനോ ഗേറ്റ് ഇല്ല. അതാണ് റിട്ടാർഡിംഗ് റിസർവോയറിൻ്റെ പ്രത്യേകത.
റിട്ടാർഡിംഗ് റിസർവോയറിൻ്റെ പ്രത്യേകത സ്ലൂയിസസിനകത്തോ അല്ലെങ്കിൽ സ്പിൽവേക്കകത്തോ ഗേറ്റ് ഇല്ല. അതാണ് റിട്ടാർഡിംഗ് റിസർവോയറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫ്ലഡുള്ള സമയത്ത് വെള്ളം സ്റ്റോർ ചെയ്യുന്നു അല്ലേ, കുറച്ച് പോർഷൻ വെള്ളം സ്റ്റോർ ചെയ്യുന്നു. അതേ സമയത്ത് ഫ്ലഡ് കുറയുന്ന സമയത്ത് വെള്ളത്തെ നമുക്ക് എന്ത് ചെയ്യാം, സ്ലൂയിസസ് വഴി ഓപ്പൺ അത് ചെയ്തോളാം, വെള്ളം പൊക്കോളും. അതാണ് റിട്ടാർഡിംഗ് റിസർവോയർ എന്ന് പറയാം. ഇനി ഡിറ്റൻഷൻ റിസർവോയർ. ഡിറ്റൻഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് പഠിച്ചിരുന്നു, ഡിറ്റൻഷൻ ഡാം അല്ലെങ്കിൽ ചെക്ക് ഡാം അല്ലേ. അതേ ഫംഗ്ഷൻ തന്നെയാണ് ഡിറ്റൻഷൻ. എന്താ, വെള്ളം കൂടുതലായി വരുന്ന വെള്ളത്തെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫ്ലഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലഡ് കഴിഞ്ഞാൽ ഉടനെ വെള്ളം തുറന്നു വിടുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഡിറ്റൻഷൻ റിസർവോയർ. അപ്പോൾ ഇവിടെ പ്രത്യേകത സ്ലൂയിസസിന് ആണെങ്കിലും സ്പിൽവേ ആണെങ്കിലും അതൊരു ഗേറ്റോടുകൂടിയ സ്ട്രക്ചറാണ് ഡിറ്റൻഷൻ റിസർവോയർ അല്ലേ. നമ്മൾ ചെക്ക് ഡാം എന്ന് പറഞ്ഞത് അതേ അർത്ഥം തന്നെ. ചെക്ക് ഡാമിന് കുറുകെ നിർമ്മിക്കുന്നതാണ് ഡിറ്റൻഷൻ റിസർവോയർ എന്ന് പറഞ്ഞത്. എന്താ പ്രത്യേകത, അധികമായി ഫ്ലഡിൽ അധികമായി വരുന്ന വെള്ളത്തെ സ്റ്റോർ ചെയ്യുകയും അല്ലേ, ഫ്ലഡിന് ശേഷം ആ കാണുന്ന വെള്ളത്തെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഡിറ്റൻഷൻ റിസർവോയർ എന്ന് പറയാം. സ്റ്റോറേജ് റിസർവോയർ പോലെ തന്നെയാണ്, പക്ഷേ എന്താ പ്രത്യേകത, ഇവിടെ സ്പിൽവേയും സ്ലൂയിസസും ഗേറ്റോടുകൂടിയ സ്ട്രക്ചറാണ്. ഇതാണ് ഈ കാണുന്ന ഫ്ലോയിനെ ഫ്ലഡ് കഴിയുന്ന സമയത്ത് സ്പിൽവേയിലൂടെയും സ്ലൂയിസസിലും ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് വെള്ളം റിലീസ് ചെയ്യുന്നത്. അതാണ് ഡിറ്റൻഷൻ റിസർവോയറിൻ്റെ പ്രത്യേകത. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ ആണ്. ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം, വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മെയിനായിട്ട് ഒന്ന് മുനിസിപ്പൽ വാട്ടർ സപ്ലൈക്കും അല്ലേ, മുനിസിപ്പൽ വാട്ടർ സപ്ലൈ, അതേപോലെ തന്നെ ഇറിഗേഷൻ. ഇതിന് രണ്ടിനും ഈ കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, മുനിസിപ്പൽ വാട്ടർ സപ്ലൈക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഇറിഗേഷന് വേണ്ടിയിട്ടും നിർമ്മിക്കുന്ന സ്മാൾ സ്റ്റോറേജ് റിസർവോയർ അല്ലേ. അപ്പോൾ ഈ കാണുന്ന വെള്ളം സ്റ്റോർ ചെയ്യുന്നതിൻ്റെ പീക്ക് നമുക്ക് എന്താ പറയുക, കൂടുതൽ വെള്ളം ലഭിക്കുന്ന സമയത്ത് വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ കാണുന്ന വെള്ളം വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇറിഗേഷന് വേണ്ടിയിട്ടോ ഉപയോഗിക്കാം. അതാണ് ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ. വാട്ടർ സപ്ലൈക്കോ അല്ലെങ്കിൽ ഇറിഗേഷന് വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്നു അല്ലേ. അപ്പോൾ മൾട്ടിപർപ്പസ് റിസർവോയർ, മൾട്ടിപർപ്പസ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വെള്ളം സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ എന്തിനാണ്, വാട്ടർ സപ്ലൈക്കകത്തും അതേപോലെ തന്നെ ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ മൾട്ടിപർപ്പസ് റിസർവോയറിനകത്ത് ഈ കാണുന്ന രണ്ടെണ്ണത്തിനകത്തും വരുന്നുണ്ട് അല്ലേ. ഡിറ്റൻഷൻ റിസർവോയറിൻ്റെ പ്രത്യേകത അത് നമ്മൾ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ പോലെ വെള്ളം ഈ കൂടിയ അളവിൽ വരുന്ന വെള്ളം അല്ലേ, ആ കാണുന്ന വെള്ളം സ്റ്റോർ ചെയ്യുകയും, ഡിറ്റൻഷൻ റിസർവോയറിൻ്റെ പ്രത്യേകത അല്ലേ. അതിനുശേഷം നമുക്ക് ഫ്ലഡ് റിലീസ് ചെയ്യുന്ന സമയത്ത്, ഫ്ലഡ് കഴിയുന്ന സമയത്ത് ആ കാണുന്ന വെള്ളം റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഡിറ്റൻഷൻ റിസർവോയർ അല്ലേ. അപ്പോൾ ഡിറ്റൻഷൻ റിസർവോയറിൻ്റെ പ്രത്യേകത ഈ ഫ്ലഡിനെ കൺട്രോൾ ചെയ്യുന്നത് തന്നെയാണ് അല്ലേ. റിട്ടാർഡിംഗ് റിസർവോയർ ആണെങ്കിലും ഫ്ലഡ് കൺട്രോൾ റിസർവോയർ ആണെങ്കിലും. അപ്പോൾ ഇതിനകത്തൊക്കെ പ്രധാനമായിട്ട് ഫ്ലഡ് കൺട്രോൾ ചെയ്യാം, ആ കാണുന്ന വാക്ക്. വാട്ടർ സപ്ലൈ, ഇറിഗേഷൻ, ഫ്ലഡ് കൺട്രോൾ അല്ലേ. ഇനി നമുക്കറിയാം നമുക്ക് നല്ല പരിചയമുള്ളതാണ് ഈ ഡാമിലെ വെള്ളം ഉപയോഗിച്ച് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ അല്ലേ, ജലവൈദ്യുത പദ്ധതികൾ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ, ജലവൈദ്യുത പദ്ധതികൾക്ക് വേണ്ടിയിട്ട് അല്ലേ. അതുമാത്രമല്ല ഇനി ചില നമുക്ക് ഉദാഹരണത്തിന് മലമ്പുഴ തന്നെ അടക്കം മുൻപ് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ മുമ്പ്, ഇപ്പോഴില്ല, പക്ഷെ മുൻപ് ഈ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു നാവിഗേഷൻ പർപ്പസ് ആണ് അല്ലേ. ഇനിയോ റിസർവോറിൻ്റെ പരിസരം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു റീക്രിയേഷൻ സെൻറ്റർ, റീക്രിയേഷനാണ് അല്ലേ. ഡാമും പരിസരവും എന്ന് പറയുന്ന ഒരു റീക്രിയേഷൻ സെൻ്ററാണ്. നമുക്കൊരു റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് റീക്രിയേഷൻ അല്ലേ. നമുക്കൊരു വിനോദമായി ഉപയോഗിക്കാൻ കഴിയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മൾട്ടിപർപ്പസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? വാട്ടർ സപ്ലൈ, ഇറിഗേഷൻ, ഫ്ലഡ് കൺട്രോൾ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ, നാവിഗേഷൻ, റീക്രിയേഷൻ, ഇറിഗേഷൻ അല്ലേ. ഈ ഫ്ലഡ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്. ഫ്ലഡ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു പരിധിവരെ ചുറ്റുപാടുള്ള സോയിൽ എറോഷൻ, മണ്ണൊലിപ്പ് തടയാൻ കഴിയുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മണ്ണ് എന്തായി മാറുന്നു, ഈ പറഞ്ഞ പോലെ സെഡിമെൻ്റ് കൂടുതൽ വെള്ളം പുഴ വഹിച്ചു കൊണ്ടുവന്നു. അപ്പോൾ പുഴ ഒരിക്കലും കൂടിയ അളവിൽ സെഡിമെൻറ്റോ സിൽട്ടോ വഹിച്ചു കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ആണ് പ്രധാനമായും റിസർവോയറിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന്. അപ്പോൾ ഒന്നുകൂടി പറയാം, ആദ്യം പറഞ്ഞത് സ്റ്റോറേജ് റിസർവോയർ അല്ലെങ്കിൽ കൺസർവേഷൻ റിസർവോയർ അല്ലേ. സ്റ്റോറേജ് റിസർവോയറിൻ്റെ ഫംഗ്ഷൻ മഴക്കാലത്ത് ലഭിക്കുന്ന വെള്ളം സ്റ്റോർ ചെയ്യുകയും പുഴയിൽ വെള്ളമില്ലാത്ത സമയത്ത് തുറന്നു വിടുകയും ചെയ്യുന്നു അല്ലേ. കൺസ്ട്രക്റ്റഡ് ടു സ്റ്റോർ വാട്ടർ ഇൻ റൈനി സീസൺ, മഴക്കാലത്ത് ലഭിക്കുന്ന വെള്ളത്തെ സ്റ്റോർ ചെയ്യുകയും വെൻ ദ റിവർ ഫ്ലോ ഈസ് ലോ, പുഴയിൽ വെള്ളമില്ലാത്ത സമയത്ത് തുറന്നു വിടുകയും ചെയ്യുന്നു അല്ലേ. അതാണ് സ്റ്റോറേജ് റിസർവോയർ അല്ലെങ്കിൽ കൺസർവേഷൻ റിസർവോയർ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് റിവറിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റോറേജ് റിസർവോയർ അല്ലെങ്കിൽ കൺസർവേഷൻ റിസർവോയർ എന്നത്. ഇനി രണ്ടാമത്തെ ഫ്ലഡ് കൺട്രോൾ റിസർവോയർ ആണ് അല്ലേ. ഫ്ലഡ് കൺട്രോൾ റിസർവോയറിൻ്റെ പ്രത്യേകത ഈ പറഞ്ഞ പോലെ ഡൗൺ സ്ട്രീം സൈഡിനകത്തുള്ള പ്രദേശങ്ങൾ അല്ലേ, ആ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ സബ്മർജ്ഡ് കണ്ടീഷനിലാവാതിരിക്കാൻ
ആ കാണുന്ന ഏരിയയെ ഫ്ലഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലഡ് കൺട്രോൾ റിസർവോയർ വരുന്നത്. ഡൗൺ സ്ട്രീം സൈഡിലുള്ള പ്രദേശങ്ങൾ ഫ്ലഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലഡ് കൺട്രോൾ റിസർവോയർ വരുന്നത്. പ്രൊട്ടക്ട്സ് ദ ഏരിയ ലൈങ് ഓൺ ഇറ്റ്സ് ഡൗൺ സ്ട്രീം സൈഡ് ഫ്രം ദ ഡാമേജസ് ഡ്യൂ ടു ഫ്ലഡ്. ഫ്ലഡ് മൂലമുള്ള ഡാമേജ് അല്ലെ, അതിൽ നിന്ന് ഡൗൺ സ്ട്രീം സൈഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലഡ് കൺട്രോൾ. ഫ്ലഡ് കാരണം ഉണ്ടാകുന്ന ഡാമേജ് ഡൗൺ സ്ട്രീം സൈഡിനകത്തുള്ള പ്രദേശത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലഡ് കൺട്രോൾ റിസർവോയർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഫ്ലഡ് കൺട്രോൾ റിസർവോയർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. റിട്ടാർഡിംഗ് റിസർവോയർ അല്ലെ, ഏതാ ഞാൻ പറഞ്ഞു റിട്ടാർഡിംഗ് റിസർവോയറിന്റെ പ്രത്യേകത ഈ പറഞ്ഞ പോലെ ഫ്ലഡുള്ള സമയത്ത് വെള്ളം സ്റ്റോർ ചെയ്യുന്നു അല്ലെ, മഴവെള്ളത്തിന്റെ ഭാഗം സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഫ്ലഡ് റൈസ് ആവുന്ന സമയത്ത് ഫ്ലഡിന്റെ ഒരു ഭാഗം സ്റ്റോർ ചെയ്യുകയും ഫ്ലഡ് ഒഴിവാകുന്ന സമയത്ത് ആ കാണുന്ന വെള്ളത്തെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഈ കാണുന്ന വെള്ളം റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പിൽവേ ആണെങ്കിലും സ്ലൂയിസസ് ആണെങ്കിലും അൺഗേറ്റഡ് ആണ്, ഗേറ്റോടുകൂടിയ സ്ട്രക്ചർ അല്ല അല്ലെ. അപ്പോൾ റിട്ടാർഡിംഗ് റിസർവോയറിന്റെ പ്രത്യേകത ഏതാ, ഈ സ്പിൽവേയും സ്ലൂയിസസ് എന്താ, അപ്സ്ട്രീം സൈഡിനകത്തുള്ള വാട്ടർ ഡൗൺ സ്ട്രീം സൈഡിലേക്ക് കൊണ്ടുവരുന്നത് ഏതാ, സ്ലൂയിസസ് വഴിയോ അല്ലെങ്കിൽ സ്പിൽവേ വഴിയോ. ഈ സ്ലൂയിസസ് ആണെങ്കിലും സ്പിൽവേ ആണെങ്കിലും അൺഗേറ്റഡ് ആണ്, സ്ട്രക്ചർ അൺഗേറ്റഡ് ആണ് അല്ലെ. പ്രൊവൈഡഡ് വിത്ത് സ്പിൽവേ ആൻഡ് സ്ലൂയിസസ് വിച്ച് ആർ അൺഗേറ്റഡ് store a portion of flood when the flood is rising and release it later when flood is receding അല്ലെ. ഫ്ലഡുള്ള സമയത്ത് ഏതാ മഴവെള്ളത്തിന്റെ ഒരു ഭാഗം സ്റ്റോർ ചെയ്യുകയും ഫ്ലഡ് ഒഴിവാകുന്ന സമയത്ത് ഈ കാണുന്ന വെള്ളം റിലീസ് ചെയ്യുകയും ചെയ്തു. അതാണ് റിട്ടാർഡിംഗ് റിസർവോയറിന്റെ പ്രത്യേകത അല്ലെ. ഡിറ്റൻഷൻ റിസർവോയർ അടുത്ത ഡിറ്റൻഷൻ റിസർവോയർ ആണ്. ആ ഡിറ്റൻഷൻ റിസർവോയറിന്റെ പ്രത്യേകത ചെക്ക് ഡാം അല്ലെങ്കിൽ ഡിറ്റൻഷൻ ഡാം. അതെന്തിനാ, ഈ പറഞ്ഞ പോലെ ഫ്ലഡുള്ള സമയത്ത് കൂടിയ അളവിലുള്ള വെള്ളം സ്റ്റോർ ചെയ്യുകയും ഫ്ലഡ് കഴിയുന്ന സമയത്ത് റിലീസ് ചെയ്യുകയും ചെയ്തു. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ അതേ വാചകം തന്നെ റിട്ടാർഡിംഗ് റിസർവോയർ ആണെങ്കിലും ഡിറ്റൻഷൻ റിസർവോയർ ആണെങ്കിലും തമ്മിൽ ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞിരുന്നു റിട്ടാർഡിംഗ് റിസർവോയറിനകത്ത് സ്പിൽവേയും സ്ലൂയിസസും വിച്ച് ആർ അൺഗേറ്റഡ് ആണെങ്കിൽ ഡിറ്റൻഷൻ റിസർവോയറിനകത്ത് സ്പിൽവേയും സ്ലൂയിസസും ഗേറ്റോടുകൂടിയ സ്ട്രക്ചറാണ്. സ്റ്റോർസ് എക്സസ് വാട്ടർ ഡ്യൂറിംഗ് ഫ്ലഡ്സ് ആൻഡ് റിലീസ് ഇറ്റ് ആഫ്റ്റർ ദ ഫ്ലഡ് അല്ലെ. ഫ്ലഡുള്ള സമയത്ത് കൂടിയ അളവിൽ വെള്ളം സ്റ്റോർ ചെയ്യുകയും ഫ്ലഡ് കഴിയുന്ന സമയത്ത് റിലീസ് ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ സിമിലർ ടു സ്റ്റോറേജ് റിസർവോയർ ബട്ട് ഈസ് പ്രൊവൈഡഡ് വിത്ത് ലാർജ് ഗേറ്റഡ് സ്പിൽവേ ആൻഡ് സ്ലൂയിസസ് അല്ലെ. ഇവിടെ പറഞ്ഞാൽ ഗേറ്റോട് കൂടിയ സ്പിൽവേ ആൻഡ് സ്ലൂയിസസ്, ലാർജ് ഗേറ്റഡ് സ്പിൽവേ ആൻഡ് സ്ലൂയിസസ് ടു പെർമിറ്റ് ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ സ്റ്റോറേജ് റിസർവോയറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വെള്ളം സ്റ്റോർ ചെയ്യുക. അതുപോലെ ഡിറ്റൻഷൻ റിസർവോയറിന്റെ പത്ത് എന്താ, വെള്ളം സ്റ്റോർ ചെയ്യുക തന്നെയാണ് ഫ്ലഡുള്ള സമയത്ത് അല്ലെ. ഇവിടെ വെള്ളം റിലീസ് ചെയ്യുന്ന സമയത്ത് എതിലൂടെയാ, ഗേറ്റോടുകൂടിയ സ്പിൽവേയും സ്ലൂയിസസും ഉണ്ടാവും. അതാണ് ഡിറ്റൻഷൻ റിസർവോയറിന്റെ പ്രത്യേകത. ഇനി ഡിസ്ട്രിബ്യൂഷൻ റിസർവോയറിന്റെ പ്രത്യേകത നമുക്കറിയാം, മെയിൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വാട്ടർ സപ്ലൈക്കും അതുപോലെ തന്നെ ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി. അപ്പോൾ വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇറിഗേഷന് വേണ്ടിയിട്ടാണെങ്കിലും ആദ്യം വെള്ളം എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ഒരു സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്മാൾ സ്റ്റോറേജ് റിസർവോയർ ഏതാ, മുനിസിപ്പൽ വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ടും ഇറിഗേഷന് വേണ്ടിയും ആവശ്യമുള്ള, അതായത് വെള്ളം നമുക്ക് കൂടിയ ഡിമാൻഡ് ഉള്ള സമയത്ത് അല്ലെ, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചെറിയ തരത്തിലുള്ള സ്റ്റോറേജ് റിസർവോയർ മുനിസിപ്പൽ വാട്ടർ സപ്ലൈക്കും ഇറിഗേഷനും വേണ്ടി നിർമ്മിക്കുന്ന ചെറിയ തരം സ്റ്റോറേജ് റിസർവോയറുകളെ പറഞ്ഞ പേരാണ് ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ എന്നുള്ള വാക്ക്. ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ നോക്കുക, സ്മാൾ സ്റ്റോറേജ് റിസർവോയർ ടു ടൈഡ് ഓവർ ദ പീക്ക് ഡിമാൻഡ് ഓഫ് വാട്ടർ ഫോർ മുനിസിപ്പൽ വാട്ടർ സപ്ലൈ ഓർ ഇറിഗേഷൻ അല്ലെ. ഏതാ, മുനിസിപ്പൽ വാട്ടർ സപ്ലൈക്കും അല്ലെങ്കിൽ ഇറിഗേഷന് വേണ്ടി വെള്ളം സ്റ്റോർ ചെയ്യുന്ന റിസർവോയറുകളെ പറഞ്ഞ പേരാണ് ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റോർസ് വാട്ടർ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ലീൻ ഡിമാൻഡ്, അധികം ഡിമാൻഡ് ഇല്ലാത്ത സമയത്ത് വെള്ളം സ്റ്റോർ ചെയ്യുകയും ആൻഡ് സപ്ലൈസ് ദ സെയിം ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഹൈ ഡിമാൻഡ് കൂടുതലുള്ള സമയത്ത് ഈ കാണുന്ന വെള്ളം സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. സ്മാൾ സ്റ്റോറേജ് റിസർവോയർ ടു ടൈഡ് ഓവർ ദ പീക്ക് ഡിമാൻഡ് ഓഫ് വാട്ടർ ഫോർ മുനിസിപ്പൽ വാട്ടർ സപ്ലൈ ഓർ ഇറിഗേഷൻ അല്ലെ. എന്താ പ്രത്യേകത, സ്റ്റോർ വാട്ടർ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ലീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ദ സെയിം ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഹൈ ഡിമാൻഡ്. കൂടിയ ഡിമാൻഡ് ഉള്ള സമയത്ത് എന്ത് ചെയ്യുന്നു, അത് വെള്ളം സപ്ലൈ ചെയ്യുന്നു അല്ലെ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ, മുനിസിപ്പൽ വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ ഇറിഗേഷൻ, ഈ കാണുന്ന രണ്ട് വാക്ക് അതിനകത്തുണ്ടാവും ഏതെങ്കിലും ഒന്നിന്. ഓക്കെ, ഇനി മൾട്ടിപർപ്പസ് റിസർവോയർ അല്ലെ. മൾട്ടിപർപ്പസ് പറഞ്ഞാൽ ഒന്നിലധികം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന റിസർവോയർ അല്ലെ. നമുക്ക് നേരത്തെ തന്നെ ഇപ്പം മൾട്ടിപർപ്പസ് ഏതൊക്കെയാണ്, നമ്മൾ ഡാമിനെ റിസർവോയറിനെ പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളൊക്കെ, ഒന്ന് ഇറിഗേഷനും പിന്നെ ഒരു വാട്ടർ സപ്ലൈക്ക് വേണ്ടി പ്രധാനമായിട്ടും അല്ലെ. ഇറിഗേഷനും വാട്ടർ സപ്ലൈക്ക് വേണ്ടി. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും ആദ്യം പറയാം, ഈ സ്റ്റോറേജ് ഇറിഗേഷൻ പറഞ്ഞു, അവിടെ സ്റ്റോർ വാട്ടർ എന്ന് പറഞ്ഞു. ഓക്കെ, ആ കാണുന്ന വെള്ളം നമുക്ക് പുഴയിലേക്ക് ആവശ്യമുള്ള സമയത്ത് തുറന്നു വിടാം എന്നുള്ള വാക്ക് പറഞ്ഞു അല്ലെ. അപ്പോൾ പിന്നീട് പറയുന്ന ഫ്ലഡ് കൺട്രോൾ റിസർവോയർ ആണ് അല്ലെ. ഫ്ലഡ് കൺട്രോൾ റിസർവോയറിന്റെ പ്രത്യേകത ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ, ഡൗൺ സ്ട്രീം സൈഡിനകത്തുള്ള പ്രദേശങ്ങൾ ഫ്ലഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലഡ് കൺട്രോൾ. അപ്പോൾ ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു മൾട്ടിപർപ്പസ്
അല്ലേ? അപ്പോൾ ഇറിഗേഷൻ, വാട്ടർ സപ്ലൈ, ഫ്ലഡ് കൺട്രോൾ. അപ്പോൾ ഫ്ലഡ് കൺട്രോൾ ചെയ്യുന്നത് മൂലം ആ കാണുന്ന ചുറ്റുപാടുള്ള പ്രദേശത്തെ സോയിൽ എറോഷൻ, മണ്ണൊലിപ്പ് തടയാൻ ഒരു പരിധിവരെ കഴിയും. അപ്പോൾ സോയിൽ എറോഷൻ എന്നുള്ള അല്ലേ. പിന്നെ നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളതാണ് ഏതാ, ഡാമിലുള്ള ജലത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ, വൈദ്യുത ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് പരിചയം നമുക്ക് അറിയാം. ഇപ്പോൾ ഡാമിൻ്റെ പ്രദേശത്ത് ഡാമിന് പുറകെ റിസർവോറിലൂടെ അല്ലേ ആ ഭാഗങ്ങളിൽ ബോട്ട് സർവീസും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് നാവിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലേ. അതേപോലെ തന്നെ വിനോദോപാധികൾക്ക് വേണ്ടിയിട്ട്, റീക്രിയേഷന് വേണ്ടിയിട്ട് അല്ലേ, ഇറിഗേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മൾട്ടിപർപ്പസ് റിസർവോയർ ആണ് ഇനി പറയുന്നത്. കൺസ്ട്രക്ട് ഫോർ മോർ ദാൻ എ സിംഗിൾ പർപ്പസ്. ഏതാ, വാട്ടർ സപ്ലൈ, ഫ്ലഡ് കൺട്രോൾ, സോയിൽ എറോഷൻ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ, നാവിഗേഷൻ, റീക്രിയേഷൻ, ഇറിഗേഷൻ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയെല്ലാം മൾട്ടിപർപ്പസ് റിസർവോയർ ഉപയോഗിക്കുന്നു. ഇനി സെലക്ഷൻ സൈറ്റ് ഫോർ എ ബ്രിഡ്ജ് അല്ലേ. ഇവിടെ ഏറ്റവും ആദ്യം പറയുന്നൊരു ഫാക്ടർ, നല്ല ഒരു സൈറ്റ് ഓഫ് ബ്രിഡ്ജാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ബ്രിഡ്ജിൻ്റെ സൈറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് ഡാമിൻ്റെ കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ എ റിസർവോയർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ പറഞ്ഞ സെലക്ഷൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഏതാ, ഡാമിൻ്റെ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാന ഫാക്ടറാണ് അല്ലേ. കോസ്റ്റ് ഓഫ് ഡാം ഈസ് ഓഫൺ എ കൺട്രോളിംഗ് ഫാക്ടർ ഇൻ സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ എ റിസർവോയർ. ബ്രിഡ്ജ് അല്ല, റിസർവോയർ. റിസർവോറിൻ്റെ സെലക്ഷനെ പ്രധാനമായിട്ടും അല്ലേ, ഇപ്പോൾ റിസർവോറിൻ്റെ സെലക്ഷൻ എന്തിനെ, കോസ്റ്റ് ഓഫ് ഡാമിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ദ ഡാം ഈസ് ഓഫൺ എ കൺട്രോളിംഗ് ഫാക്ടർ ഇൻ സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ എ റിസർവോയർ. ഏതാ, റിസർവോറിൻ്റെ സൈറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് ഡാമിൻ്റെ കോസ്റ്റിനെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അല്ലേ. എങ്ങനെയൊക്കെ ആയിരിക്കണം, നമുക്കറിയാം ഡാമിലേക്ക് വെള്ളം എത്തുന്നു അല്ലേ. നമ്മൾ അതും കഴിഞ്ഞ പവർ പോയിന്റ് പ്രസന്റേഷൻ വീഡിയോനകത്ത് പറഞ്ഞിരുന്നു. ഏതാ, കാച്ച്മെന്റ് ഏരിയയിലൂടെയും കാച്ച്മെന്റ് ഏരിയയിലൂടെ വെള്ളം ഒഴുകി വരുന്നു. ആ കാണുന്ന വെള്ളം ഏതാ, റിവർ സ്ട്രീംസിൽ വന്ന് കൂടിച്ചേരുന്നു അല്ലേ. അതിന് കുറുകെയാണ് നമ്മൾ ഡാം നിർമ്മിക്കുക. അപ്പോൾ കാച്ച്മെന്റ് ഏരിയ ആ കാണുന്ന കാച്ച്മെന്റ് ഏരിയ അവിടെയുള്ള പെർക്കുലേഷൻ ലോസസ്, ഏതാ, ഈ വെള്ളം സർഫസിലൂടെ ഒഴുകുന്നതിന് പകരം മണ്ണിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ ഒരു ഫ്ലോ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അവിടെ പെർക്കുലേഷൻ ലോസസ്, പെർക്കുലേറ്റ് ചെയ്ത് വെള്ളം മണ്ണിൻ്റെ അടിയിലേക്ക് ഇറങ്ങുന്നത് ആ കാണുന്ന നഷ്ടം അതുണ്ടാവാത്ത പെർക്കുലേഷൻ ലോസസോ, അല്ലെങ്കിൽ പെർക്കുലേഷൻ ലോസസ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ അളവിലോ, അല്ലെങ്കിൽ മാക്സിമം റൺ ഓഫ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രദേശമാണ് സെലക്ട് ചെയ്യേണ്ടത്. കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ പെർക്കുലേഷൻ ലോസസ് മിനിമം ആയിരിക്കണം, മാക്സിമം റൺ ഓഫ് ലഭിക്കുകയും ചെയ്യണം. അതാണ് രണ്ടാമത്തെ പോയിന്റ് വരുന്നത്. കാച്ച്മെന്റ് ഏരിയ ഷുഡ് ബി സച്ച് ദാറ്റ് പെർക്കുലേഷൻ ലോസസ് ആർ മിനിമം ആൻഡ് മാക്സിമം റൺ ഓഫ് ഈസ് ഒബ്ടൈൻ അല്ലെ. കാച്ച്മെന്റ് ഏരിയയിലെ പെർക്കുലേഷൻ ലോസസ് എന്ന നഷ്ടം എന്ന് പറയുന്നത് വളരെ കുറവും മാക്സിമം റൺ ഓഫ് കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം അല്ലെ. അപ്പോൾ പെർക്കുലേഷൻ ലോസസ് കുറവ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വാചകം പറയാം, ഈ റിസർവോറിന്റെ ബെഡ് എന്ന് പറയുന്നത് ഇംപെർവിയസ് ആണെങ്കിൽ, വെള്ളം അധികം പെർക്കുലേറ്റ് ചെയ്ത് പോവാത്ത ഒരു സ്ഥലമാണെങ്കിൽ, ഇംപെർവിയസ് ആണെങ്കിൽ, അത്തരത്തിലുള്ള സൈറ്റ് എന്ന് പറയുന്നതും വളരെ, സെലക്ഷൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നതും വളരെ നല്ലതാണ് അല്ലേ. അതാണ് അടുത്ത് പറയുന്നത്. ബെഡ് ഓഫ് ദ റിസർവോയർ ഷുഡ് ബി ഇംപെർവിയസ്. ബെഡ് ഓഫ് ദ റിസർവോയർ ഷുഡ് ബി ഇംപെർവിയസ്. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ സാധാരണ പറഞ്ഞിരുന്നു അല്ലേ, താഴ്വാരങ്ങളും വാലി അല്ലേ, മലയോര പ്രദേശങ്ങളിൽ നിന്നും വരുന്ന വെള്ളം അല്ലേ, അത് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഈ ചില സ്ഥലങ്ങളിലെ വാലിയുടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്, താഴ്വാരങ്ങളുടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഭാഗമാണെങ്കിൽ, ആ കാണുന്ന ഭാഗത്ത് റിസർവോയർ ബേസിൻ എന്ന് പറയുന്നത്, അതായത് വെള്ളം കളക്ട് ചെയ്യുന്ന ഭാഗം വളരെ ചെറുതാണെങ്കിൽ അവിടെയുള്ള ഡാമിൻ്റെ ലെങ്ത്തും വളരെ കുറവായിരിക്കും അല്ലേ. നമ്മൾ ഈ പറഞ്ഞ സെൻറ്റൻസ് നിങ്ങൾ ഓർക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ പവർ പോയിന്റ് പ്രസന്റേഷൻ വീഡിയോയ്ക്കകത്ത് ഇടുക്കി ഡാമിൻ്റെ പ്രത്യേകത പറഞ്ഞിരുന്നു അല്ലേ. ഈ ഇടുക്കി ഡാമിൻ്റെ പ്രത്യേകത, ആർച്ച് ഡാമിൻ്റെ പ്രത്യേകത പറഞ്ഞിരുന്നു അല്ലേ. ആർച്ച് ഡാമിൻ്റെ പ്രത്യേകത, ഈ ലെങ്ത് ഓഫ് ഡാം എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഡാമിനേക്കാൾ കുറവാണെങ്കിൽ അല്ലേ, കൂടുതലും ആർച്ച് ഡാമാണ് പ്രിഫർ ചെയ്യുന്നത് അല്ലേ, എക്കണോമിക്കലായി മാറുന്നത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത, അവിടെ നമ്മൾ ആ എലിവേഷനിൽ തന്നെ കണ്ടിരുന്നു, വളരെ ചെറിയ ഒരു വാലി ഓപ്പണിംഗ്, ആ റിസർവോയർ ബേസിൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഓപ്പണിംഗ് ആണ്, വളരെ ചെറിയൊരു പ്രദേശമാണ്. അപ്പോൾ വാലി എന്താ പറയുക, ചെറിയ റിസർവോയർ ബേസിൻ വളരെ ചെറിയ ഭാഗമുള്ളതാണ് ഏതാ, ഏറ്റവും നല്ല ഡാമിൻ്റെ ലെങ്ത് അപ്പം എന്തായി മാറും, ഏറ്റവും കുറവായി മാറും. ഒന്നുകൂടി നോക്കാം, സെൻറ്റൻസ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റിസർവോയർ ബേസിൻ ഷുഡ് ഹാവ് നാരോ ഓപ്പണിംഗ് ഇൻ ദ വാലി അല്ലേ. ഏതാ, ഈ പറഞ്ഞ താഴ്വാരങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ മലയോരങ്ങളുടെ താഴ്ഭാഗത്ത് ഏതാ, ഈ റിസർവോയർ ബേസിൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഭാഗമാണെങ്കിൽ, അപ്പോൾ അത്രയും ചെറിയ ലെങ്ത്തുള്ള ഡാം മതി അല്ലേ. ആ കാണുന്ന ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഇനി വേറൊരു വാചകം കൂടി ഒപ്പം വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടി പറയാം. നമ്മൾ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത്
അവിടെ ഈ മലയുടെ ഇടുക്ക് പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോളാം. മലയുടെ ഇടുക്ക് നല്ല ആഴത്തിലുള്ള ഇടുക്കുകളാണെങ്കിൽ, അതായത് മലകളുടെ ഇടയിലാണല്ലോ വെള്ളം അങ്ങനെ ഒരു പ്രദേശമാണെങ്കിൽ അല്ലേ, അത് കൂടിയ അളവിൽ എന്ത് ചെയ്യും, വെള്ളം സ്റ്റോർ ചെയ്യും. ഇവോപ്പറേഷൻ ലോസസ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നാരോ ഓപ്പണിംഗ് ആയിട്ടുള്ള റിസർവോയർ ബേസിൻ, അതേപോലെ തന്നെ ആഴത്തിലുള്ള മല ഇടുക്ക്, അതാണ് ഇതിൻ്റെ ഒരു വാക്ക് പറയുന്നത് ഡീപ്പ് ഗോർഗ് എന്നുള്ള വാക്ക് വരുന്നത്. അവൈലബിലിറ്റി ഓഫ് ഡീപ്പ് ഗോർഗ്, ഈ മലകളുടെ ഇടയിലുള്ള ആ താഴ്ച എന്ന് പറയുന്നത്, അതിൻ്റെ ഇടയിലാണല്ലോ വെള്ളം സ്റ്റോർ ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ആ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ലാർജ് കപ്പാസിറ്റി ഉള്ള ഭാഗം, ആ താഴ്ച എന്ന് പറയുന്നത് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് കൂടുതലുള്ള പ്രദേശമാണെങ്കിൽ അല്ലേ, വാട്ടർ സർഫസ് ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവും എന്നാൽ കൂടിയ അളവിൽ വെള്ളം ഉണ്ടാവുന്നൊരു സ്ഥലവും, ആ സ്ഥലത്തുള്ള ഇവോപ്പറേഷൻ ലോസസ് എന്ന് പറയുന്നത് വളരെ കുറവുമായിരിക്കും. എന്നോട് ചോദിക്കണു, അവൈലബിലിറ്റി ഓഫ് ഡീപ്പ് ഗോർക്ക് അല്ലേ, വിച്ച് റിസൾട്ട്സ് ഇൻ ലാർജർ കപ്പാസിറ്റി. അപ്പോൾ മലയുടെ ഇടുക്ക് വല്ലാത്ത ആഴത്തിൽ ലഭിക്കുകയാണെങ്കിൽ, മലകളുടെ ഇടയിലുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ മലയുടെ ഭാഗം എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ ലഭിക്കുന്നൊരു ഭാഗമാണെങ്കിൽ ഇവിടെ ഇവോപ്പറേഷൻ ലോസ് എന്ന് പറയുന്നതേക്കും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇവോപ്പറേഷൻ ലോസ് ഉണ്ടാവുള്ളൂ അല്ലേ. വാട്ടർ സർഫസ് ഏരിയ കുറയുമായിരിക്കും, ആഴം കൂടുന്നുണ്ട്, അതിനിടയ്ക്കാണ് വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. അപ്പം വാട്ടർ സർഫസ് ഏരിയ കുറവായിരിക്കും, പക്ഷെ ആഴം കൂടുതലായിരിക്കും. ആഴം കൂടുന്ന സമയത്ത് ഇവോപ്പറേഷൻ ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും കേട്ടോ. ഈ 2 പോയിന്റ് മാത്രം കുറച്ചൊരു ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നുകൂടി നോക്കുക, റിസർവോയർ ബേസിൻ ഷുഡ് ഹാവ് നാരോ ഓപ്പണിംഗ് ഇൻ ദ വാലി. വാലിയുടെ ഭാഗത്ത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡാമിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ ആഴം കൂടുതലുണ്ടെങ്കിൽ അല്ലേ, ആഴം കൂടിയുള്ള ഒരു ഭാഗമാണെങ്കിൽ അവിടെ വാട്ടർ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ഇവോപ്പറേഷൻ ലോസസും എന്തായിരിക്കും, വളരെ കുറഞ്ഞ അളവിലായിരിക്കും. ഇനി അതേപോലെ തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി, വെള്ളം വഹിക്കാനുള്ള കപ്പാസിറ്റി, അത് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, നല്ല വെള്ളം വഹിക്കാനുള്ള അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ, സ്റ്റോറേജ് കപ്പാസിറ്റി അവൈലബിൾ ആണെങ്കിൽ, ലഭ്യമാണെങ്കിൽ, അടുത്തുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് കൂടുതലുള്ള ഭാഗമാണെങ്കിൽ അത് അടുത്തുള്ള പ്രദേശങ്ങൾ സബ്മർജ്ഡ് കണ്ടീഷൻ ഫ്ലഡിലേക്ക് പോവാതെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും അല്ലേ. അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഡാമുമായി ചേർന്നിട്ടുള്ള റോഡുകൾ അല്ലേ, സ്ട്രക്ചറുകൾ, ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള സ്ട്രക്ചറുകൾ, ആ കാണുന്ന സ്ട്രക്ചറും നമുക്ക് വേണ്ട പോലെ ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മറ്റ് വർക്കുകളുടെ കോസ്റ്റ്, ഈ ഡാമുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വർക്കുകളുടെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. അത് തന്നെയാണ്, കുറയ്ക്കാൻ കഴിയണം. ഇവിടെ കോസ്റ്റ് ഓഫ് അതർ അസോസിയേറ്റഡ് വർക്ക് ഈസ് ലെസ്. ഡാമുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള വർക്കുകളുടെ കോസ്റ്റ് കുറയുന്ന രീതിയിൽ വേണം നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യാൻ അല്ലേ. ഇനി ഞാൻ പറഞ്ഞിരുന്നു, വെള്ളം വഹിച്ചു കൊണ്ടുവരുന്ന ട്രിബ്യൂട്ടറീസ് അല്ലേ, ശാഖകൾ അല്ലെങ്കിൽ പുഴകൾ, അത് കൂടിയ അളവിൽ സിൽട്ടോ സെഡിമെന്റോ ക്യാരി ചെയ്യുന്നതാണെങ്കിൽ അത് ഒഴിവാക്കുക. അത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കണം എന്നൊരു വാക്ക് പറഞ്ഞു. അപ്പോൾ ഈ ട്രിബ്യൂട്ടറീസ് സിൽട്ടും സെഡിമെന്റും ക്യാരി ചെയ്യുന്ന ട്രിബ്യൂട്ടറീസ് ആണ്. ട്രിബ്യൂട്ടറീസിന്റെ പരിസരത്തെ സൈറ്റ് ഓഫ് റിസർവോയർ എന്ന് പറയുന്നത് നല്ലൊരു സെലക്ഷൻ ആവില്ല. അപ്പോൾ അത്തരം സൈറ്റുകൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അവോയ്ഡ് ഓർ എക്സ്ക്ലൂഡ്സ് വാട്ടർ ഫ്രം ദോസ് ട്രിബ്യൂട്ടറീസ് വിച്ച് ക്യാരി ഹൈ പെർസെൻറ്റേജ് ഓഫ് സിൽട്ട് ഇൻ വാട്ടർ അല്ലേ. കൂടിയ അളവിൽ സിൽട്ടോ സെഡിമെന്റോ ക്യാരി ചെയ്യുന്ന ട്രിബ്യൂട്ടറീസ് വരുന്ന ഭാഗത്ത് റിസർവോറിന്റെ സൈറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഈ സൈറ്റ് മിനറൽ ഡെപ്പോസിറ്റ്, മിനറൽസ് ധാരാളം ധാതുലവണങ്ങൾ ലഭിക്കുന്ന സ്ഥലത്താണെങ്കിൽ അതും എന്തല്ല, റിസർവോറിന് പറ്റിയ ഏരിയ അല്ല. ധാരാളം മിനറൽസ് ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അതും റിസർവോറിന് പറ്റുന്ന ഏരിയ അല്ല. ധാരാളം മിനറൽസ് ഉണ്ടാകുന്ന സ്ഥലങ്ങളാണെന്ന് വെച്ചാൽ അതും റിസർവോറിന് പറ്റുന്ന ഏരിയ അല്ല. ഇത്രയും കാര്യങ്ങളാണ് റിസർവോറിന്റെ സൈറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സെലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ. ഒന്ന് പറഞ്ഞ സെലക്ഷൻ സൈറ്റ് ഫോർ റിസർവോറിന്റെ സൈറ്റ് സെലക്ട് ചെയ്യുന്നതിന് പ്രധാന കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന ഡാമിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ കഴിയണം എന്നൊരു അർത്ഥത്തിലാണ്. അപ്പോൾ ഡാമിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് സെലക്ഷൻ സൈറ്റ് അല്ലെ. ആ സെലക്ഷൻ ഓഫ് സൈറ്റ് ഓഫ് റിസർവോർ ആണ്. റിസർവോറിന്റെ സൈറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് ഡാമിന്റെ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അല്ലെ. ആ ഡാമുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വർക്കുകളും എന്ത് ചെയ്യാൻ കഴിയണം, കുറയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൈറ്റ് വേണം സെലക്ട് ചെയ്യാൻ. ഡാമുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ അല്ലെ, ഡാമുമായി ബന്ധപ്പെട്ടുള്ള റോഡുകൾ മറ്റെല്ലാ തരത്തിലുള്ള വർക്കുകളും കുറയ്ക്കാൻ, അതിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അല്ലെ. കാച്ച്മെന്റ് ഏരിയയുടെ പ്രത്യേകത, അവിടെ പെർക്കുലേഷൻ ലോസസ് മിനിമം ആയിരിക്കണം. അതുപോലെ തന്നെ മാക്സിമം റൺ ഓഫ് ലഭിക്കുന്ന ഒരു പ്രദേശവുമായിരിക്കണം അല്ലെ. റിസർവോറിന്റെ ബെഡ് എന്ന്
പറയുന്നത് ഇംപെർവിയസ് ആയിരിക്കണം. അതേപോലെ തന്നെ റിസർവോയർ ബേസിൻ എന്ന് പറയുന്നത് നാരോ ഓപ്പണിംഗ് ആയിരിക്കണം. അതിൻ്റെ പ്രത്യേകത ഡാമിൻ്റെ ലെങ്ത് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ മല ഇടുക്കുകളിൽ അല്ലേ, അപ്പോൾ അങ്ങനെ ഒരു ആഴത്തിലുള്ള പ്രദേശം ലഭിക്കുകയാണെങ്കിൽ അത്രത്തോളം വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാവും അല്ലേ, അവൈലബിലിറ്റി ഓഫ് ഗുഡ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാവും അല്ലേ. അങ്ങനെ ഉണ്ടാകുന്ന സമയത്തുള്ള ഗുണം എന്ന് പറയുന്നത് ഏതാ, വാട്ടർ സർഫസ് ഏരിയ എന്ന് പറയുന്നത് കുറവാണെങ്കിലും ഇവോപ്പറേഷൻ ലോസസും എന്തായി മാറും, കുറവായി വരും. വെള്ളം നല്ല ആഴത്തിൽ നിൽക്കുന്നുണ്ട് അല്ലേ, പക്ഷേ സർഫസ് ഏരിയ കുറവാണ്. അപ്പോൾ ഇവോപ്പറേഷൻ ലോസ് എന്ന് പറയുന്നത് കുറയും. അതേപോലെ തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി, കോസ്റ്റ് ഓഫ് അതർ അസോസിയേറ്റഡ് വർക്ക് ഈസ് ലെസ്. അതുപോലെ തന്നെ ട്രിബ്യൂട്ടറീസ് ഏതാ, സെഡിമെന്റ് അല്ലെങ്കിൽ സിൽട്ട് കയറി ചെയ്യുന്ന ട്രിബ്യൂട്ടറീസ് ഒഴിവാക്കുന്ന ഉള്ള സ്ഥലങ്ങളാവരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മിനറൽ ഡെപ്പോസിറ്റ് ഉണ്ടാവുന്ന സ്ഥലങ്ങൾ സൈറ്റുകളും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് സെലക്ഷൻ സൈറ്റ് ഫോർ റിസർവോറിന്റെ സെലക്ഷൻ സൈറ്റുമായി ബന്ധപ്പെട്ടത്. ഇനി കപ്പാസിറ്റി ഓഫ് റിസർവോർ കാൽക്കുലേറ്റഡ് ബൈ ഒന്ന് ഫ്രം കോണ്ടൂർ മാപ്പും മാസ് കർവ് മെത്തേഡ്. നമ്മൾ കോണ്ടൂർ മാപ്പിനകത്ത് എങ്ങനെയാണ് ഈ പറഞ്ഞ റിസർവോർ കപ്പാസിറ്റി, അതിന് നമുക്ക് കോണ്ടൂർ മാപ്പ് എന്ന് പറയുന്നത് ആ കാണുന്ന കോണ്ടൂർ മാപ്പിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു മൈനർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒന്നാം വർഷത്തിൽ നമ്മൾ ഈ കോണ്ടൂറിനിടയിലുള്ള ഏരിയ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മൈനർ ഇൻസ്ട്രുമെൻ്റ് ആണ് പ്ലാനിമീറ്റർ അല്ലേ. അപ്പോൾ ഏരിയ കണ്ടുപിടിച്ചാൽ, അതുപോലെ തന്നെ കോണ്ടൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാ, തുല്യ എലിവേഷൻ അല്ലേ, തുല്യ എലിവേഷൻ അല്ലെങ്കിൽ റെഡ്യൂസ് ലെവലിൽ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. അതായത് നമുക്ക് സമുദ്രത്തിലുള്ള ഉയർച്ചയും താഴ്ചയും എന്ന് പറയുന്നതാണ് ഈ റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്ന വാക്ക് അല്ലേ. അപ്പോൾ ഉയരവ്യത്യാസം നമുക്കറിയാമെങ്കിൽ ഉയരവ്യത്യാസം കിട്ടി, ഏരിയയും കിട്ടി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വോളിയം കണക്കാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഫ്രം കോണ്ടൂർ മാപ്പ് എന്ന്. ഏതൊക്കെയാണ് കോണ്ടൂർ മാപ്പ് ഉപയോഗിച്ച് കണക്കാക്കാം മാസ് കർവ് മെത്തേഡ്. ഈ മാസ് കർവ് നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് റെയിൻഫോൾ, മെഷർമെൻറ്റ് ഓഫ് റെയിൻഫോളിനകത്തായിരുന്നു അല്ലേ. അവിടെ നമ്മൾ പഠിച്ചിരുന്നു ഫ്ലോ ടൈപ്പ് റെയിൻ ഗേജിനകത്ത് ഏതാ ഈ പറഞ്ഞ പോലെ മാസ് കർവ്. അപ്പോൾ മാസ് കർവ് അല്ലെ, ഫ്ലോ ടൈപ്പ് റെയിൻ ഗേജിനകത്ത് ഒരു ഗ്രാഫ് വരച്ചെടുക്കുന്നുണ്ട്. അതാണ് മാസ് കർവ് എന്ന് പറയുന്നത് അല്ലെ. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് മെഷറിംഗ് റെയിൻഫോൾ മെഷർമെൻറ്റ് ഡിവൈസ് ആയിരുന്നു അല്ലേ ഫ്ലോ ടൈപ്പ് റെയിൻ ഗേജ്. അപ്പോൾ ആ ഫ്ലോ ടൈപ്പ് റെയിൻ ഗേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, മാസ് കർവ് ഓഫ് റെയിൻഫോൾ കിട്ടുമായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് റിസർവോറിൻ്റെ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആദ്യം കോണ്ടൂർ മാപ്പ് എന്ന് എങ്ങനെയാണെന്ന് നോക്കാം. കോണ്ടൂർ മാപ്പ് എന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്ലാനിമീറ്റർ ഉപയോഗിച്ചിട്ട് ആദ്യം ഏരിയ മെഷർ ചെയ്യാൻ കഴിയും. ഹോൾ ഏരിയ ലൈങ് വിത്തിൻ എ കോണ്ടൂർ ലൈൻ ഈസ് മെഷേർഡ് ബൈ പ്ലാനിമീറ്റർ ആൻഡ് ദ വോളിയം ക്യാൻ ബി കാൽക്കുലേറ്റഡ് അല്ലെ. കോണ്ടൂറിനിടയിലുള്ള ഏരിയ പ്ലാനിമീറ്റർ ഉപയോഗിച്ച് കണക്കാക്കുക, അങ്ങനെ നമുക്ക് വോളിയം കണക്കാക്കാം അല്ലെ. അപ്പോൾ അതിനൊരു ഇക്വേഷനും പറയുന്നുണ്ട്, ട്രപ്പിസോയിഡൽ ഫോർമുല. അപ്പോൾ ആദ്യം പറഞ്ഞ ട്രപ്പിസോയിഡൽ ഫോർമുല, അതിനകത്ത് കോൺ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് വെച്ചാൽ രണ്ട് കോണ്ടൂറുകൾക്കിടയ്ക്ക് ഇടയിലുള്ള മാത്രമാണ് കണ്ടുപിടിക്കാനാണ് ഈ ട്രപ്പിസോയിഡൽ ഫോർമുല അല്ലെങ്കിൽ കോൺ മെത്തേഡ് എന്ന് പറയുക. കോൺ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇപ്പോൾ 100നും 105നും ഇടയിലുള്ള കോണ്ടൂർ, അപ്പോൾ രണ്ടിനും ഇടയിലുള്ള ഏരിയ ആദ്യം കണക്കാക്കാം. 100ൻ്റെ കോണ്ടൂറും ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാത്തതാണ്, 100ൻ്റെ കോണ്ടൂറും 105ൻ്റെ കോണ്ടൂറും അല്ലേ. ആ രണ്ട് കോണ്ടൂറിനിടയിലുള്ള ഏരിയ നമുക്ക് പ്ലാനിമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ 100നകത്തുള്ള ഏരിയ A1, അടുത്ത കോണ്ടൂറിനകത്തുള്ള ഏരിയ, അങ്ങനെ മെഷർ ചെയ്യാൻ കഴിയും. അതിനുശേഷം നമുക്ക് ഏതാ ഈ ഹൈറ്റ് ഡിഫറൻസ് എത്ര, 100നും 105നും വേണ്ടിയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ഇക്വേഷനാണ് ഇവിടെ പറഞ്ഞത്, യൂസ്ഫുൾ ഓൺലി ടു ഫൈൻഡ് ദ വോളിയം ഓഫ് ഇന്റർവൽ ഇൻ ബിറ്റ്വീൻ ടു കോണ്ടൂർസ്. രണ്ട് കോണ്ടൂറിനിടയ്ക്കുള്ള വോളിയം കണ്ടുപിടിക്കുന്നതിനാണ് ട്രപ്പിസോയിഡൽ ഫോർമുല അല്ലെങ്കിൽ കോൺ മെത്തേഡ് ഉപയോഗിക്കുന്നത് പറയുന്നത്. ഇവിടെ ഇക്വേഷൻ പറയുന്നത് V = h/3 × A1 + A2 + √(A1 A2) അല്ലേ. അപ്പോൾ 100ൻ്റെ കോണ്ടൂറിൻ്റെ ഏരിയ നമുക്ക് ഏതിനകത്ത് കണ്ടുപിടിക്കാം, ഈ പ്ലാനിമീറ്റർ വെച്ച് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ 105ൻ്റെ ഏരിയ, അതും പ്ലാനിമീറ്ററിൻ്റെ വെച്ചറിയാം. അപ്പോൾ A1 A2 ആയി അല്ലെ. എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റ് ഡിഫറൻസ് ഏതാ, 100നും 105നും ഇടയിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ, 5 മീറ്റർ ആണ്. അപ്പോൾ 5/3 × A1 + A2 + √(A1 A2) ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ കാണുന്ന ഭാഗത്ത് ആ രണ്ട് കോണ്ടൂറിനിടയിലുള്ള വോളിയം കണ്ടുപിടിക്കാൻ കഴിയും. അതാണ് ഇവിടെ പറഞ്ഞത് ട്രപ്പിസോയിഡൽ ഫോർമുല അല്ലെങ്കിൽ കോൺ മെത്തേഡ്, യൂസ്ഫുൾ ഓൺലി ടു ഫൈൻഡ് ദ വോളിയം ഓഫ് ഇന്റർവൽ ഇൻ ബിറ്റ്വീൻ ടു കോണ്ടൂർസ്. രണ്ട് കോണ്ടൂറിനിടയിലുള്ള വോളിയം കണ്ടുപിടിക്കാനാണ് ഈ ട്രപ്പിസോയിഡൽ ഫോർമുല അല്ലെങ്കിൽ കോൺ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V = h/3 × A1 + A2 + √(A1 A2). അപ്പോൾ A1 + A2 + √(A1 A2), ആദ്യം √(A1 A2) കണ്ട് അതിനോട് A1 + A2 കൂട്ടിയതിന് ശേഷം എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, h വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക / 3.
ഇതാണ് ട്രപ്പിസോഡൽ ഫോർമുല അല്ലെങ്കിൽ കോൺ മെത്തേഡ് എന്ന് പറയുന്നത്, ഫ്രം കോണ്ടൂർ മാപ്പ് അല്ലേ. ഇനി അതേപോലെ തന്നെ നമുക്ക് ഒന്നിലധികം ഓർഡിനേറ്റ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന ട്രപ്പിസോഡൽ ആവറേജ് എൻഡ് ഏരിയ ഫോർമുല എന്ന് പറഞ്ഞ് വീണ്ടും കുറച്ചുകൂടി ഡീറ്റെയിൽ നമുക്ക് എസ്റ്റിമേഷനകത്തും മറ്റും പഠിക്കാനുള്ളതാണ്. ഇവിടെ A1 A2 ഒരുപാട് കോണ്ടൂർസ് ഉണ്ടായിരിക്കാം. A1 A2 A3 അങ്ങനെ എക്സെട്രാ ടു AN വരെ പോകുന്നുണ്ട് വിചാരിക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് കോണ്ടൂർ, സെക്കൻഡ് കോണ്ടൂർ, തേർഡ് കോണ്ടൂർ, ഇതിൻ്റെ ഒക്കെ ഏരിയ ആണ്. ഇതിനിടയിലുള്ള കോമൺ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D ആണെങ്കിൽ, D is the common distance between these two cross section ആണെങ്കിൽ, അപ്പോൾ 100, 105, 110 അങ്ങനെ പോകുന്ന 5 മീറ്റർ ആണല്ലോ കോമൺ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ 5 അങ്ങനെയാണെങ്കിൽ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കിക്കോളൂ, A1 A2 AN എന്ന് പറഞ്ഞ ഏരിയ ദ ഫസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് ക്രോസ് സെക്ഷൻ ഏതാ. അതുപോലെ തന്നെ കോമൺ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് D ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം കണ്ടുപിടിക്കാൻ D/2 ഇൻറ്റു ഫസ്റ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ പ്ലസ് ലാസ്റ്റ് ക്രോസ് സെക്ഷൻ ഏരിയ, ആദ്യത്തെ കോണ്ടൂറിൻ്റെ ഏരിയ പ്ലസ് അവസാന കോണ്ടൂറിൻ്റെ ഏരിയ പ്ലസ് 2 ഇൻറ്റു റിമൈനിങ് കോണ്ടൂർ ഏരിയാസ് അല്ലേ. A2 പ്ലസ് A3 പ്ലസ് A4 അങ്ങനെ എത്രയുണ്ടോ അത്രയും വരെ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് A1 ഫസ്റ്റ് ഏരിയയും ലാസ്റ്റ് ഏരിയയും തമ്മിൽ ആഡ് ചെയ്യുന്നു. അതിനുശേഷം പ്ലസ് 2 ഇൻറ്റു റിമൈനിങ് ഏരിയ. ആ കിട്ടിയ ഉത്തരത്തിന് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, D വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബൈ 2 ചെയ്യുന്നു. ഇതാണ് ട്രപ്പിസോഡൽ ഫോർമുല അല്ലെങ്കിൽ ആവറേജ് എൻഡ് ഏരിയ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ V = D/2 ഇൻറ്റു A1 പ്ലസ് AN പ്ലസ് 2 ഇൻറ്റു റിമൈനിങ് ഏരിയ. ഇതാണ് ട്രപ്പിസോഡൽ ഫോർമുല അല്ലെങ്കിൽ ആവറേജ് എൻഡ് ഏരിയ ഫോർമുല എന്ന് പറയുന്നത്. ലെറ്റ് A1 A2 എക്സെട്രാ ടു AN എന്ന് പറയുന്നത് ഏരിയ ദ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് ക്രോസ് സെക്ഷൻ. D is the common distance between the cross section. അങ്ങനെയാണെങ്കിൽ V = A1 പ്ലസ് AN പ്ലസ് 2 ഇൻറ്റു റിമൈനിങ് ഏരിയാസ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് എക്സെട്രാ ടു AN-1 അല്ലേ. N എന്ന് പറയുന്നത് ലാസ്റ്റ് ഏരിയ ആണെങ്കിൽ അത് തൊട്ട് മുന്നേ, N എന്ന് പറയുന്നത് 10 ആണെങ്കിൽ A എന്ന് പറയുന്നത് A9 വരെ അല്ലേ. ഇപ്പോൾ നോക്കിക്കോളൂ, 10 എന്നാണ് ചോദിച്ചാൽ A1 പ്ലസ് A10 പ്ലസ് 2 ഇൻറ്റു A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് അപ് ടു A9 വരെ. ആ കിട്ടിയ ഉത്തരത്തിന് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, D വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബൈ 2 ചെയ്യുക. അതാണ് ട്രപ്പിസോഡൽ ഫോർമുല അല്ലെങ്കിൽ ആവറേജ് എൻഡ് ഏരിയ ഫോർമുല എന്ന് പറയുന്നത്. ഇനി പ്രിസ്മോഡൽ ഫോർമുല അല്ലെങ്കിൽ സിംപ്സൺ റൂൾ. ഇവിടെയും 2 ക്രോസ് സെക്ഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ജസ്റ്റ് നമുക്ക് A1 A2 എന്ന് പറയുന്നത് ആ 2 ഏരിയക്കകത്ത് മാത്രമാണെങ്കിൽ, A1 A2 എന്ന് പറഞ്ഞാൽ 2 ഏരിയ മാത്രമേ ഉള്ളൂ എങ്കിൽ A1 A2 എന്ന് പറഞ്ഞാൽ 2 ഏരിയ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ A1ൻ്റെയും A2ൻ്റെയും ഫസ്റ്റ് ഏരിയയുടെയും സെക്കൻഡ് ഏരിയയുടെയും ആവറേജ് ഏരിയ എന്ന് പറയുന്നതാണ് AM. A1 ഫസ്റ്റ് ഏരിയ, A2 സെക്കൻഡ് ഏരിയ, അതിൻ്റെ ആവറേജ് ആണ് AM. ഈ കാണുന്ന മിഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 2 പാരലൽ ടു ദ എൻഡ്സ്, 2 ഭാഗത്തെയും ഏരിയയ്ക്ക് പാരലൽ ആണെങ്കിൽ ഈ ഇതിനിടയിലുള്ള ഈ എൻഡുകൾ തമ്മിലുള്ള ലെങ്ത് എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ലെറ്റർ L ആണെങ്കിൽ ഇവിടെ പ്രിസ്മോഡൽ ഫോർമുലയ്ക്കകത്ത് പറയുന്നുണ്ട് V = L/6 ഇൻറ്റു A1 പ്ലസ് A2 പ്ലസ് 4AM. അപ്പോൾ 2 ഏരിയ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ പ്രിസ്മോഡൽ റൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ, പ്രിസ്മോഡൽ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ L/6 ഇൻറ്റു A1 പ്ലസ് A2 പ്ലസ് 4AM. V = L/6 ഇൻറ്റു A1 പ്ലസ് A2 പ്ലസ് 4AM. ഇനി പ്രിസ്മോഡൽ ഫോർമുല സിംപ്സൺ റൂൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ക്രോസ് സെക്ഷനുകൾ ഉണ്ടെങ്കിൽ, സീരീസ് ഓഫ് ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഇവിടെ ഒരു പറയുന്നുണ്ട് ഈ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ഓഫ് ക്രോസ് സെക്ഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു 9 ക്രോസ് സെക്ഷൻ ഉപയോഗിക്കാം. 8 ക്രോസ് സെക്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ 7 ക്രോസ് സെക്ഷൻ വരെ കണ്ടിട്ട് അടുത്ത ക്രോസ് സെക്ഷൻ എന്ന ട്രപ്പിസോഡൽ ഫോർമുല ഉപയോഗിക്കേണ്ടി വരും. അതായത് ഇവിടെ സെക്ഷനുകളുടെ ക്രോസ് സെക്ഷനുകളുടെ, അതായത് ഇപ്പോൾ A1 A2 ഓരോ സെക്ഷനുണ്ടോ അതിനകത്ത് ആ സെക്ഷനുകളുടെ സെക്ഷൻ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആയിരിക്കണം. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ വോളിയം കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് D/3 ഇൻറ്റു ഫസ്റ്റ് ഏരിയ പ്ലസ് ലാസ്റ്റ് ഏരിയ പ്ലസ് 2 ഇൻറ്റു സം ഓഫ് റിമൈനിങ് ഓഡ് ഏരിയ പ്ലസ് 4 ഇൻറ്റു സം ഓഫ് റിമൈനിങ് ഈവൺ ഏരിയ. ഇപ്പം ഞാൻ ഉദാഹരണം പറയാൻ വെച്ചാൽ ഫസ്റ്റ് ഏരിയ A1, ലാസ്റ്റ് ഏരിയ A9 ആണ് വിചാരിക്കാം. അപ്പോൾ A1 പ്ലസ് A9, കാരണം വെച്ചാൽ ഓഡ് ഏരിയക്കകത്ത് മാത്രമേ, ഓഡ് നമ്പർ ഓഫ് സെക്ഷനകത്ത് മാത്രമേ ഏത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പ്രിസ്മോഡൽ ഫോർമുല ഉപയോഗിക്കുള്ളൂ. ഓഡ് നമ്പർ ഓഫ് സെക്ഷനകത്ത് മാത്രമേ പ്രിസ്മോഡൽ ഫോർമുല ഉപയോഗിക്കാവൂ. ഈ കാണുന്ന പോയിന്റ് അണ്ടർലൈൻ ചെയ്യുക, കാരണം എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു പോയിന്റ്, ഓഡ് നമ്പർ ഓഫ് സെക്ഷൻ ആണെങ്കിൽ മാത്രമേ പ്രിസ്മോഡൽ ഫോർമുല അല്ലെങ്കിൽ സിംപ്സൺ റൂൾ ഉപയോഗിക്കാം. നമുക്ക് എസ്റ്റിമേഷനകത്ത് ഒന്നുകൂടി ഇത് ക്ലിയർ ആക്കി തരാം. ഇപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, ഓഡ് നമ്പർ ഓഫ് സെക്ഷനകത്താണ് പ്രിസ്മോഡൽ ഫോർമുല അല്ലെങ്കിൽ സിംപ്സൺ. കാരണം വെച്ചാൽ എസ്റ്റിമേഷനകത്ത് നമുക്ക് ഈ ഏരിയയും വോളിയം തമ്മിലൊരു വ്യത്യാസം, ഈ റൂൾസ് നമ്മൾ ഒന്നുകൂടി വ്യക്തമായി പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ A1 പ്ലസ് A9
ആദ്യത്തെ 9 ക്രോസ് സെക്ഷൻ ആയിരിക്കും. അപ്പോൾ A1 പ്ലസ് A9 പ്ലസ് 2 ഇൻറ്റു സം ഓഫ് റിമൈനിങ് ഓഡ് ഏരിയ. ബാക്കി A1 എടുത്തു കഴിഞ്ഞു ബാക്കിയുള്ള ഏതാ A3 A5 A7 അല്ലേ. A9 ലാസ്റ്റ് ഏരിയയിനകത്ത് വന്നു കഴിഞ്ഞു. A9 എന്ന് പറഞ്ഞ ലാസ്റ്റ് ഏരിയക്കകത്ത് വന്നിരുന്നു. പ്ലസ് 4 ഇൻറ്റു സം ഓഫ് റിമൈനിങ് ഈവൺ ഏരിയ അല്ലേ. അപ്പോൾ ഇനി റിമൈനിങ് എന്ന് പറഞ്ഞാൽ ഏതാ A2 പ്ലസ് A4 പ്ലസ് A6 പ്ലസ് A8 ബാക്കിയുള്ള റിമൈനിങ് ഈവൺ ഏരിയ അല്ലേ. അപ്പോൾ ഇതാണ് പ്രിസ്മോഡൽ ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കോളൂ D/3 ഇൻറ്റു A1 പ്ലസ് AN അല്ലേ പ്ലസ് 2 ഇൻറ്റു A3 പ്ലസ് A5 പ്ലസ് AN മൈനസ് 2 AN-2 എന്ന് പറയാൻ കാരണം ഇപ്പോൾ സപ്പോസ് ഇവിടെ 9 ആണെങ്കിൽ 9 മൈനസ് 2 ഇവിടെ എന്ത് വരണം 7 എന്നാലേ 3 5 7 അങ്ങനെ വരുള്ളൂ അല്ലേ. ഇവിടെ നോക്കിക്കോളൂ A2 പ്ലസ് A4 പ്ലസ് ഇവിടെ 9 ആണെങ്കിൽ 9 മൈനസ് 1 8 അതാണ് N-1 എന്ന് ഇവിടെ വരാൻ കാരണം. ഈ 2 പോയിന്റ് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി in order to apply Prismoidal formula it is necessary to have odd number of sections giving the area അല്ലേ. Prismoidal formula അപ്ലൈ ചെയ്യണമെങ്കിൽ odd number of section കിട്ടിയിരിക്കണം. ഏരിയക്കകത്ത് odd number of section കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ Prismoidal formula അപ്ലൈ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഈ കാണുന്ന ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒന്നുകൂടി നോക്കിക്കോളൂ. ടൈപ്സ് ഓഫ് റിസർവോയറിനകത്ത് സ്റ്റോറേജ് റിസർവോയർ ഉണ്ട്. സ്റ്റോർ ചെയ്യുന്ന വാട്ടർ അതിന് റിവറിൽ ഫ്ലോ ഇല്ലാത്ത സമയത്ത് തുറന്നിടുന്നു. ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡൗൺ സ്ട്രീം സൈഡിനകത്തുള്ള പോർഷൻ കൺട്രോൾ ചെയ്യാൻ. റിട്ടാർഡിംഗ് റിസർവോയർ അല്ലേ അവിടെ സ്പിൽവേക്കകത്തും സ്ലൂയിസസിനും അൺഗേറ്റ് ആണ്. ഗേറ്റോടുകൂടിയ സ്ട്രക്ചർ അല്ല. ഡിറ്റൻഷനകത്ത് ഗേറ്റോടുകൂടിയ സ്ട്രക്ചറാണ് സ്ലൂയിസസും അതുപോലെ തന്നെ സ്പിൽവേ. ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ ഈ പറഞ്ഞ ഇറിഗേഷന് വേണ്ടിയിട്ടോ വാട്ടർ സപ്ലൈക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. മൾട്ടിപർപ്പസ് ഒന്നിലധികം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ റിസർവോറിൻ്റെ സെലക്ഷൻ സൈറ്റിനെ കുറിച്ചാണ് പിന്നെ പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ കപ്പാസിറ്റി ഓഫ് സ്റ്റോറേജ് റിസർവോയറിൻ്റെ കപ്പാസിറ്റി കണക്കാക്കുന്നത് കോണ്ടൂർ മാപ്പിലൂടെ അതുപോലെ തന്നെ മാസ് കർവ് മെത്തേഡിനകത്ത് ട്രപ്പിസോഡൽ ഫോർമുല പ്രിസ്മോഡൽ ഫോർമുല ഇത്രയും കാര്യങ്ങളാണ് ഈ റിസർവോറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കണം. എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കണം. നിങ്ങൾക്ക് നിമിയുടെ ടെക്സ്റ്റ് നമ്മുടെ നിമി ലേണിംഗ് നിമിയുടെ സൈറ്റിനകത്ത് ലഭ്യമാണ്. അതിനകത്ത് നിങ്ങൾ നോക്കിയിട്ട് ആ കാണുന്ന ടെക്സ്റ്റും കൂടി റെഫർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.